പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കി വൈജയന്തി പുറത്തേക്ക് പോന്നിട്ടുണ്ട്. കമലയുടെ ഉപദേശങ്ങൾ തേടുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും മാമച്ചായനെയും കാണിക്കുന്നുണ്ട്. അവർ അലീനയുടെ കാര്യം തന്നെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഗ്രേസിയമ്മ പറയുവാണ്, അവളെ പെറ്റ തള്ള ശത്രുസ്ഥാനത്ത് നിർത്തി, എന്നാൽ ഏറ്റവും കൂടുതൽ ശത്രുത തോന്നേണ്ട ആൾ അവളെ മകളെ പോലെ ചേർത്ത് നിർത്തി കൊള്ളാം എന്നിങ്ങനെ പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അലീനേക്കാൾ കൂടുതൽ കൂർമ്മബുദ്ധിയുള്ള കുരുട്ടുബുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉള്ളി കയറി ചകഞ്ഞെടുത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ് രേവതിക്കുട്ടിക്കുണ്ട്. അത് ഈ ഡയലോഗിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ അലീനയാണ്. ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുവാണ്, സ്വന്തം അച്ഛനെയും അമ്മയും കാണണം എന്ന് അലീനയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ, അവരെ കാണണം തോന്നിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത് കേൾക്കുന്നത് അലീനയ്ക്ക് ആകെ വിഷമാകും. അന്നേരം ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അലീന. അന്നേരം അലീന ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഒരാളെ കണ്ടു എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ്, അച്ഛനെയാണോ അമ്മയാണോ കണ്ടത് എന്ന്. ഇനി വേറെ എന്തെങ്കിലും അമ്മ വൈജയന്തിയാണെന്ന് അലീനയ്ക്കറിയാം, ഇനി അച്ഛൻ ആരാണ് എന്നും അലീനയ്ക്ക് അറിയാവോ എന്നറിയാൻ വേണ്ടിയാണോ ചോദിച്ചത് എന്നറിയില്ല. ഏതായാലും അലീന അങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.